ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്തത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചു, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷെ അത് സക്സസ് ആകാതെ പോയിട്ടുണ്ടാവാം. നമ്മുടെ പല പ്രശ്നങ്ങളും ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് തന്നെ നമ്മളെ ഡൗൺ ആക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും പറയും, അല്ലേ? നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞോടെ കൂടപ്പിറപ്പുകളും നമ്മുടെ പേരൻസും ചിലപ്പോൾ നമ്മുടെ കസിൻസിലും നമുക്ക് അടുപ്പമുള്ളവരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കാം, ആരാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ മുഖം ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. ഒരു നഗ്നമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം പേരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം വ്യത്യസ്തരായ മനുഷ്യന്മാരാണ്, വ്യത്യസ്തരായിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്, വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നവരാണ്, കാര്യങ്ങളെ വ്യത്യസ്ത ആംഗിളിൽ കാണുന്നവരാണ്. നിങ്ങളുടെ പേരൻസ്, അച്ഛനും അമ്മയെ രണ്ടുപേരെ ഒന്ന് മനസ്സിലോർത്തേ. ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ രണ്ട് ടൈപ്പാണ്. രണ്ടുപേരോടും എന്തെങ്കിലും പറഞ്ഞാൽ അവർ എടുക്കുന്ന സെൻസ് രണ്ട് രീതിയിലായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളിലും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടാകാം. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ, നമ്മുടെ കൂടപ്പിറപ്പുകളിൽ പോലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഉണ്ടാവുകയില്ല. ചെറിയ തോതിൽ നമ്മളോടൊരു ദേഷ്യമൊക്കെ ഉള്ള കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങളോ, ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ സ്വഭാവമുള്ള സഹോദരങ്ങളുണ്ടാവാം, അല്ലേ? പിന്നെ നമ്മൾ സുഹൃത്തുക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ? ഫോർ എക്സാമ്പിൾ, നമുക്ക് 3 സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ 3 പേരുടെയും സ്വഭാവം വ്യത്യാസമാണ്. 3 പേരും കടന്നു വന്ന സാഹചര്യം വ്യത്യാസമാണ്, അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ നാളെ ഒരു കാർ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും 3 തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കാം. അതിലൊരാൾക്കെങ്കിലും നിങ്ങളോടൊരു ശകലം ജലസ്, ഒരു കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എനിക്കില്ലാത്തൊരു സാധനം ഇവൻ്റെ ഇതിലേക്ക് വരാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവാം, അല്ലേ? മറ്റുള്ളവരുടെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പം ചില കൂട്ടുകാരുണ്ട്, അവർക്ക് നമ്മുടെ സന്തോഷത്തിൽ നമ്മളെക്കാളും ഉത്സാഹമായിരിക്കും, അഭിനയിക്കുന്നതായിരിക്കില്ല. നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ, അമ്മച്ചിക്ക് വേറൊരാളുടെ സന്തോഷമോ ഒരു സക്സസ്സോ കേൾക്കുന്ന അമ്മച്ചിക്ക് നമ്മളെക്കാളും ആഹ്ലാദമാണ് അത് കേൾക്കാൻ. ഞാൻ പറയുന്ന അങ്ങനെയുള്ള മനസ്സുള്ളവർ, എൻ്റെ അമ്മേനെയും പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് എൻ്റെ അമ്മേനെ എല്ലാം അടുത്തറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ സക്സസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് സുഹൃത്തുക്കളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇത് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിരിക്കും. കാരണം അവരും ആഗ്രഹിക്കുകയാണ് നമുക്കത് കിട്ടണം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ കൂടെ ആ കാറിൽ യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലങ്ങ് സ്വപ്നങ്ങൾ കാണാനൊക്കെ തുടങ്ങും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കരുത്. അതായത് നമ്മൾ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ അത് എല്ലാവരുമായിട്ട് പങ്കുവെക്കരുത്. നമുക്കൊരു സക്സസ് വന്നു, നമുക്കൊരു ജോലിയുടെ നിയമനം ആയിട്ടുണ്ട്, നമ്മളതിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും ആരുമായിട്ടും പങ്കിടരുത്. പിന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ പാടില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയുമായിട്ടുള്ള പ്രോബ്ലമോ എല്ലാവരുമായിട്ട് പങ്കിടരുത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല. നമ്മൾ എന്നും കാണുന്ന എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുന്ന അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നാണെന്ന് പറയും. പക്ഷേ എല്ലാവരും ഫ്രണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ കൊളീഗ്സാണ്, നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നവരാണോ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും? അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും, നമ്മുടെ ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ വിട്ടു പറയും, അല്ലേ? അപ്പോൾ എല്ലാവരോടും നമുക്ക് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള പ്രോബ്ലംസ് ഷെയർ ചെയ്യരുത്. പിന്നെ ഒരു കാലത്ത് അതൊരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നമ്മുടെ പേരൻസുമായിട്ടോ നമ്മുടെ സഹോദരങ്ങളായിട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരികളോടും പോയി ഇത് പറയരുത്. നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ്,
നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളാണ്. ആ ആളെ നമ്മുടെ ഫ്രണ്ട്സ് റെസ്പെക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ കുറ്റങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളെ ഒരു സുഹൃത്തുക്കളോടും പറയരുത്. ചിലപ്പോൾ നമുക്ക് അതുപോലെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞാൽ ആശ്വാസമാകും. പക്ഷെ അതെല്ലാ ഫ്രണ്ട്സിനോടും ആവരുതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു കൂട്ടുകാരിയോ ഒരു കൂട്ടുകാരനോ ഉണ്ടാവുമല്ലോ, ആ ഒരു വ്യക്തിയോട് പിന്നെ അത് നമ്മളെല്ലാ കാര്യങ്ങളും വിട്ട് പറയരുത്. നാളെ അവർ നമ്മുടെ പാർട്ട്ണറിനെ കാണുമ്പം ഒരു വൃത്തികെട്ട ആളായിട്ടോ ഒരു വൃത്തികെട്ടവളായിട്ടോ ഒക്കെ കാണും. പ്രത്യേകിച്ചും ആണുങ്ങളുടെ കാര്യം, ആണുങ്ങളെ സ്ലട്ട് ഷെയിം ചെയ്യും. ഇപ്പം നമ്മുടെ വൈഫിൻ്റെ ഒരു രഹസ്യ കാര്യമാണ് ഒരാളോട് പോയി പറയുന്നെങ്കിൽ നാളെ ആ സുഹൃത്ത് വലയത്തിൽ അതൊരു ചർച്ചയാവും. ആണുങ്ങളുടെ അടുത്ത് നമ്മുടെ ഭാര്യമാരുടെയൊക്കെ കുറ്റം പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ പെണ്ണുങ്ങളോടും പറയുകയാണ്, ഹസ്ബൻഡിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ പോയി നമ്മൾ ഒരിക്കലും വേറൊരു കൂട്ടുകാരികളോട് പറയരുത്. അത് ഒരു മനുഷ്യനാകുമ്പോൾ അബദ്ധമൊക്കെ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് നമ്മളത് സോൾവ് ചെയ്തു അത് കഴിയണം അവിടെ തന്നെ. അല്ലാതെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരികളൊക്കെ നമ്മുടെ കെട്ടിയവന്മാരെയൊക്കെ കോഴികളായിട്ടൊക്കെ കാണും. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മുടെ അമ്മായിമ്മമാരുടെ കുറ്റവും പോയി കൂട്ടുകാരോടൊക്കെ നമ്മൾ പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ച് നമ്മുടെ ലൈഫിൽ വലിയ കളികൾ കളിക്കാൻ ആളുകൾക്ക് പറ്റും. അപ്പോൾ എല്ലാവരോടും എല്ലാം പറയരുത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന കൂട്ടുകാരി ഒരു പാവം കൂട്ടുകാരിയായിരിക്കും. പക്ഷെ അവൾ ഒരു വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു ഫ്രണ്ടിനോട് ഇന്ന ആൾക്ക് ഇതുപോലൊരു ഒരു അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ പരിചയം ഉണ്ടെങ്കിലോ നമുക്ക് പണി കിട്ടും. അപ്പം സീക്രട്സ് ഒന്നും എല്ലാവരുടെ അടുത്തും ഓപ്പൺ അപ്പ് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളും മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്കുള്ള എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ്, പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില ഈ വീട്ടമ്മമാർക്കുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് എനിക്ക് മിസ്സിസ് ട്രാവൻകൂർ കിട്ടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് പൊങ്ങച്ചുമായിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ സന്തോഷമാണ്. എനിക്ക് കുഞ്ഞിനാൾ മുതലേ അങ്ങനെയാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടും ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മുടെ ഒപ്പം മത്സരിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് മനുഷ്യരെ കാണുമ്പോൾ ആർത്തിയാണ്. അവരോട് സംസാരിക്കണം, അവരുടെ സംസാരം കേൾക്കണം, അവരൊക്കെ ആയിട്ട് ഇടപെടണം. അത് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ മറന്നു പോകുന്നൊരു കാര്യം, ഈ വ്യക്തികളുമായിട്ടാണ് ഞാൻ മത്സരവേദിയിലേക്ക് പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ വിട്ടു പോകാറുണ്ട് പലപ്പോഴും. അപ്പോൾ ചെന്ന ഉടനെ നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പ് ചെയ്യരുത്. ഇപ്പം ഞാൻ പറയുന്നത്, ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് ചെല്ലുന്നു, അല്ലെ പുതിയൊരു ഇടത്തിലേക്ക് നമ്മൾ പോയി നമ്മുടെ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ വീക്ക് പോയിൻറ്റുകൾ, നമ്മളെക്കുറിച്ച് ഈ എല്ലാം ഒരാളോട് ഷെയർ ചെയ്യല്ല. അവർക്ക് നമ്മൾ കുറേ നാൾ ഒരു കടങ്കഥ തന്നെ ആയിരിക്കുന്നതാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടാനും നമുക്ക് അവരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഉള്ള ഏറ്റവും നല്ല ഒരു വഴി കേട്ടോ. നമ്മളെല്ലാം പറഞ്ഞു കഴിയുമ്പം അവർക്ക് നമ്മളെക്കുറിച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടും. പിന്നെ അത് നല്ലൊരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ണിങ് ആയിട്ട് കുരുട്ടുബുദ്ധിയുള്ള ആളുകളാണത് നമ്മളെ ശരിക്കും വട്ടം കറക്കാൻ അവരത് യൂസ് ചെയ്യും. ഒരു കാര്യം വിട്ടുപോയി, കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന കുഞ്ഞനീത്തിമാരൊക്കെ ഇപ്പം കല്യാണത്തിനായി തയ്യാറാവുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചെന്ന ഉടനെ ആ വീട്ടുകാരുടെ സ്നേഹമൊക്കെ കാണുമ്പം നമ്മളവരെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ അവരെ മനസ്സിലാക്കണം. നമുക്കതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ 1 വർഷമൊക്കെ എടുക്കും. അപ്പോൾ പതുക്കെ അവരുടെ രീതികളും, ഓരോ ആൾക്കാർ ഓരോ സിറ്റുവേഷനിൽ വന്നവരല്ലേ, അപ്പോൾ അവരുടെയൊക്കെ രീതികൾ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ നമ്മളെക്കുറിച്ചും ഓപ്പൺ അപ്പ് ചെയ്യാവുള്ളൂ. നമ്മുടെ പേരൻസിനെ കുറിച്ചൊന്നും ഒരിക്കലും അവിടെ പോയി കുറ്റം പറയരുത്. നമ്മുടെ സിബ്ലിങ്സിനെ കുറിച്ച് അവർ പണ്ട് പഠിക്കുകയില്ലായിരുന്നെന്നോ അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചാടിക്കയറി നാത്തൂനോടും അമ്മായിമ്മയോടൊക്കെ പറയരുത്. അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളായി തീരും. നമുക്ക് അവരെ പഠിക്കാനും അവർക്ക് നമ്മളെ പഠിക്കാനും ഒക്കെ ഒരു വർഷമെങ്കിലുമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമ്മുടെ എല്ലാ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും അവിടെ അറിയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മുടെ വീക്ക് പോയിൻറ്റുകൾ, നമ്മൾ എവിടെയാണ് തളർന്നു പോകുന്നത്, നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് പേടി, ഇതൊരിക്കലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ നമ്മൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ പിന്നെ വർക്ക് പ്ലേസുകളിൽ കഴിവതും ഇതൊന്നും പറയരുത്. അവിടെ ഒരു ചെറിയ മത്സരം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മുടെ വീക്ക് പോയിൻറ്റുകൾ ഒരിക്കലും എടുത്ത് പറയാൻ പാടില്ല.
പിന്നീട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒട്ടും ചർച്ച ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ ഇൻകം. ഒട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും ജീവിക്കാൻ കിടന്ന് പാടുപെടുകയാണ്. പലർക്കും സ്വന്തം ലൈഫിൽ EMI ഒക്കെ അടഞ്ഞു പോകാതെ വീട് നഷ്ടപ്പെടുമോ, കാർ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഇൻകം ഉണ്ടെന്ന് അറിയുന്നത്. ഒരുപക്ഷെ ചിലർ കടം ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. പക്ഷേ ചിലർ അത് നമ്മളെ ഏത് രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആളുകൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ ഇൻകം എപ്പോഴും രഹസ്യമായിട്ട് വെക്കുന്നതാണ് എല്ലാം കൊണ്ടും നമുക്ക് സേഫ്. പിന്നീട് എൻ്റെ അനുഭവങ്ങളിൽ പറയാം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മുടെ പ്ലാനുകളോ നമ്മുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒരിക്കലും പങ്കുവെക്കരുത്. അതൊക്കെ അന്നേരം ഇല്ലാതാക്കി തരും അവരുടെ ഓരോ കമൻസ്. പെട്ടെന്ന് മനസ്സും എടുത്തു പോകുന്ന തരത്തിൽ കമൻസ് പറയുന്ന ആൾക്കാരുണ്ട്. നിന്നെക്കൊണ്ട് അതിനെക്കൊണ്ടൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് ഇന്നിനെ കുഴപ്പമില്ല, അപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ചിലർ തളർത്താൻ പറയും. പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര അനാവശ്യ ഉത്കണ്ഠയുള്ളവരായിരിക്കും. അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളായിരിക്കും. പക്ഷേ അവർ നമ്മളോട് പറയുമ്പം നമുക്ക് ആ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, അപ്പോൾ ഒരു 100 അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് ആ ഫ്ലോ അങ്ങ് പോകും. കാരണം ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നായി പറയുന്നത്. പക്ഷേ നമ്മളൊരു മനോധൈര്യമില്ലാതെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, തീർച്ചയായിട്ടും നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോകും. ചില ആളുകൾ അങ്ങനെയുണ്ട്, വേറൊരാളൊരു അഭിപ്രായം പറഞ്ഞ് അന്നേരം ഡൗൺ ആവും. ഞാൻ അങ്ങനെ ഒരാളല്ല കേട്ടോ. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യില്ലെന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ എല്ലാവരും അത്ര സ്ട്രോങ് ഒന്നും ആവണമെന്നില്ലല്ലോ. അപ്പോൾ ചില ആളുകളുണ്ട്, പിന്നെ അവരുടെ ആംഗിളിൽ നിന്ന്, അവരുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഇടുങ്ങിയതായിരിക്കുമേ. എന്നിട്ട് ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നിട്ട് ഇതൊക്കെ ഒന്നും വലിയ കാര്യമില്ല, അതൊക്കെ വലിയ വിഷയം ഉണ്ടാകും, നമ്മളെക്കുറിച്ച് ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയം ഉണ്ടാക്കി തരും. നമ്മൾ അതുവരെ ചിന്തിക്കാത്തൊരു കാര്യം, നമ്മളിപ്പോൾ വീഗാലാൻഡ് പോകുകയെന്ന് വിചാരിക്കുക. നമ്മൾ വീഗാലാൻഡിൽ പോയാൽ വെള്ളത്തിലൊന്ന് ചാടുന്നത് ഇങ്ങനെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനായിരിക്കും നമ്മുടെ ഇതുപോലത്തെ ഒരു കൂട്ടുകാരി കാണും, ഏതിലും ഒരു മൊത്തം ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരി നമ്മളെയും കൂടെ വീഗാലാൻഡൊക്കെ പോകണം, കുഞ്ഞുങ്ങൾക്ക് ജലദോഷം പിടിക്കും, പിന്നെ അവിടുത്തെ വെള്ളത്തിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, പിന്നെ എത്രയോ സ്ത്രീകൾ പീരിയഡ് ടൈമിലൊക്കെ വന്ന് ചാടുന്ന, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തൊട്ട് ഇതായിരിക്കും ഓർമ്മ വരുന്നത്. ഇപ്പോൾ ചില പാർട്ടികളോട് ഇതൊന്നും പറയണ്ട. നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടാവുമല്ലോ. എനിക്കങ്ങനെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് ഞാൻ നന്നായി വരണമെന്നും എനിക്കൊരു സങ്കടവും വരരുത്. ഞാൻ ഡൗൺ ആയാൽ എന്നെക്കാളും 10 പ്രാവശ്യം കൂടുതൽ ഡൗൺ പോകുന്ന ഒരാളുണ്ട്. ഞാൻ അബദ്ധമൊന്നും കാണിക്കില്ലേ, നിൻ്റെ രീതി ഇങ്ങനെയാണ്, പക്ഷേ അവരങ്ങനല്ലടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്, അവൾ പറയുന്നത് നല്ല കാര്യമെന്ന് തോന്നും. പക്ഷെ ചിലരുണ്ട്, അതെ നിനക്ക് ഇത്തിരി തുള്ളിച്ചാട്ടം കൂടുതലാണ്, നിൻ്റെ സ്വഭാവം കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്, നിൻ്റെ സ്വഭാവം ഒന്നും ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രം. എൻ്റെ അമ്മയാണ് പിന്നെ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കുക. പക്ഷേ എൻ്റെ ഫാദർ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ആൾക്ക് അത്യാവശ്യം ഷുഗറിൻ്റെ ഒക്കെ അസുഖം കൂടെ ഉള്ളതുകൊണ്ട്, ഡയബറ്റീസ് ഉള്ളവരുടെ വീട്ടിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ വരും ഓട്ടോമാറ്റിക്കലി. അപ്പം എന്തെങ്കിലും കാര്യമുണ്ട് അവിടെ പറയുന്നതിലും കൂടുതൽ എനിക്ക് എളുപ്പം എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പറയുന്ന. അമ്മച്ചി ഇതുപോലെ തന്നെ നല്ല പ്രോത്സാഹനം തരുന്ന ആളാണ്. അപ്പം നിങ്ങളിൽ പലരും ഓർക്കും ഒരാളോട് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ. ഒരു 98% അത് സംഭവിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അതിലേക്ക് വരും. അത് ഈ പറഞ്ഞത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പ്ലാനുകൾ ആരോടും പറയരുത്. നമ്മുടെ വീക്ക് പോയിന്റ്, നമ്മുടെ കുറവുകൾ, നമ്മുടെ ഭയം, നമ്മൾ തളർന്നു പോകുന്ന പോയിന്റ് ഏതാണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഒരിടത്ത് ചെന്ന ഉടനെ പരിചയപ്പെട്ട ഉടനെ നമ്മുടെ A to Z കാര്യങ്ങൾ പറയരുത്. ഒന്നാമത് ആർക്കും കേൾക്കാൻ സമയമില്ല. പൊങ്ങച്ചക്കാരി എന്നുണ്ടെങ്കിൽ പറയും, നമ്മുടെ മനസ്സിലിരിക്കാതെ സന്തോഷം കൊണ്ട് പറയുന്നതായിരിക്കും. വളവളവള സംസാരിക്കുന്നവരെന്ന് പറയും, വട്ടാണെന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകാം, ഇല്ലെങ്കിൽ നമ്മളെ അവർ ഉപയോഗിക്കാം. അപ്പം ഒരിടത്ത് ചെന്ന് പരിചയപ്പെട്ട ഉടനെ എല്ലാം കൂടെ കുടഞ്ഞിട്ട് പറയരുത്. പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുമ്പം നമ്മൾ അവിടെയുള്ളവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് ഒരിക്കലും വിചാരിച്ച് നമ്മുടെ ഒരു സീക്രട്ടും പറയരുത്, നമ്മുടെ മനസ്സിലിരിപ്പ് പറയരുത്, എല്ലാം അവിടെ തന്നെ ഇരിക്കണം. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ ഒരുപാട് സമയം, ഒരാളെ പഠിച്ചതിന് ശേഷം മാത്രം മനസ്സ് തുറക്കുക. നമ്മുടെ ലൈഫിലെ ആ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയോടും, നമ്മുടെ ഏറ്റവും അടുത്ത ചേച്ചി കാണും. എനിക്ക് ചിലയിടത്ത് ഒരു ചേച്ചിയായിരിക്കും കാണുന്നത്, ചില വീടുകളിൽ ഒരു അനിയത്തി കാണും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്കൊരു അനിയനാട്ടോ ഉള്ളത്.
അപ്പോൾ എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അവനോടാണ് പറയുന്നത്. പിന്നെ അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് അവനോട് പറയാൻ പറ്റുള്ളൂ. പിള്ളേരാകുമ്പോഴത്തേനും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരികളോട് തന്നെ പറയുന്നതാണ് നല്ലത്. ആൺപിള്ളേർക്ക് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവുമോ, എടാ എനിക്ക് വണ്ണം വെക്കുന്നു, എൻ്റെ മുടി ഒഴിയും, നീ പോവച്ചെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആങ്ങളമാരോട് പോയി പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അനിയത്തിയെ പോലെ നമ്മുടെ സഹോദരിയെ പോലെയൊക്കെ ഉള്ളൊരു കൂട്ടുകാരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പേരൻസിനോടാണേലും എല്ലാ കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും ടെൻഷൻ കൊണ്ടും ഒക്കെ അവർ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ബാധിക്കും. അപ്പോൾ എല്ലാം ആലോചിച്ചും കണ്ടും ഒക്കെ നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ലത് മാത്രം വരട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.